ഇന്നലെ അന്തരിച്ച കാനത്തിൽ ജമീലയെ അനുസ്മരിക്കുന്നതിന് വേണ്ടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നൊരു വളരെ ചെറിയ പ്രായം മുതൽ തന്നെ മുഹമ്മദ് റിയാസിന് വ്യക്തിപരമായ ബന്ധമുള്ള നേതാവായിരുന്നു ജമീലാത്ത. എങ്ങനെയാണ് ഈ ഒരു സമയം ഇതെങ്ങനെ അതിജീവിക്കുമെന്ന് പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയാണ്. അല്ല, അസുഖം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുമെങ്കിലും ഇത് ഇത്ര പെട്ടെന്ന് നമ്മൾ വിട്ടുപോകുമെന്ന് നമ്മളാരും കരുതിയില്ല. അവസാനം കണ്ടത് വീട്ടിൽ നിന്നാണ് കണ്ടത്. ആ സമയത്ത് വളരെ പാർട്ടി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും ആ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. തലക്കളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളരെ ചെറുപ്പത്തിലായല്ലോ. ഞങ്ങളെയൊക്കെ പാർട്ടി ഏരിയ കമ്മിറ്റി പരിധിയിലാണ് തലക്കളത്തൂർ ഗ്രാമപഞ്ചായത്ത്. ഞാനൊക്കെ വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ആണ് അവർ ഒരു ചെറുപ്രായത്തിൽ പ്രസിഡന്റ് ആവുന്നത്. അപ്പം അന്നേയുള്ള പരിചയമാണ്. അവരിൽ കണ്ട പ്രത്യേകത, ഒരുപാട് പാർലമെൻ്ററി സ്ഥാനങ്ങൾ പാർട്ടി ഏൽപ്പിച്ചു. ഒരു പ്രയാസവും ഇല്ലാതെ അതൊക്കെ ഭംഗിയായി ഉത്തരവാദിത്വം നിർവഹിച്ചു. ഒരു പോരായ്മയും വരുത്തിയില്ല. അവർ കാരണം അവരെ സ്നേഹിക്കുന്നവർക്കോ അതല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്നേഹിക്കുന്നവർക്കോ ഒരു പോരായ്മയും പറയാത്ത നിലയിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, 2 തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു തവണ ഫുൾ ടേം, ഒരു തവണ കുറച്ച് കാലവും, പിന്നെ MLA ആയതുകൊണ്ട് അതിൽ നിന്ന് മാറി MLA ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇതൊക്കെ ഏൽപ്പിച്ചത് പാർട്ടിയാണെന്നും അത് എന്നും നന്ദിയോടുകൂടി കണ്ടുകൊണ്ട് ഒരു ചീത്തപ്പേരില്ലാതെ ഇടപെട്ടു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒരുപാട് പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് പേര് നമ്മളെ വിട്ടുപിരിയാറുണ്ട്. പക്ഷേ ഇതൊരു അപൂർവങ്ങളിൽ വരുന്നതാണ് ഇങ്ങനെയുള്ളൊരു ജനപ്രതിനിധി. അത്തരം സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നൊരു ജനപ്രതിനിധിയായി വരുന്നു, ദീർഘകാലമാവുന്നു, ചെറുപ്രായമാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയിൽ 60 വയസ്സിൻ്റെ താഴെ വളരെ ചെറുപ്രായമാണ്. വലിയ പ്രയാസമാണ് പൊതുവെ സൃഷ്ടിച്ചിട്ടുള്ളത്. വളരെ വിനയത്തോടെ ആളുകളോട് ഇടപെടാനും പെരുമാറാനും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഞാനൊരു 4 നൂറ്റാണ്ടായിട്ടുള്ള ബന്ധമാണ്, 2000 മുതൽക്ക് ഉള്ള ബന്ധമാണ്. രാഷ്ട്രീയവും സംഘടനാപരവും അതുപോലെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളൊരു ബന്ധമാണ്. അപ്പോൾ അത് അവരെപ്പോലെ ആവുക ജനപ്രതിനിധികൾ എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൽ നമ്മളൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ഒരു മരണമുണ്ടാകും. അപ്പോൾ ജീവിതത്തിൽ അഹങ്കാരവും തലക്കനവും ഒക്കെ വെച്ച് നടന്നുകൊണ്ട് ഒരു കാര്യവുമില്ല. എന്നെങ്കിലും മനുഷ്യൻ ഇല്ലാതാവും. അപ്പോൾ ജീവിക്കുന്ന കാലം എല്ലാവരുമായി നല്ല നിലയിൽ ജീവിച്ചു പോവുക എന്നുള്ളതാണ്. അത് അവർ ശ്രദ്ധിച്ചിരുന്നു. അത് അവരുടെ പ്രത്യേകതയാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രാഷ്ട്രീയ വിഷയങ്ങളെ രാഷ്ട്രീയമായി നേരിടുക, അല്ലാതെ വ്യക്തിപരമായിട്ടല്ല. രാഷ്ട്രീയ വിഷയങ്ങളെ രാഷ്ട്രീയമായി നേരിടാൻ, രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. അതൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ പലതും നടക്കുക. മന്ത്രി എന്ന നിലയിൽ അവർ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവർക്ക് അവരുടെ മണ്ഡലത്തെക്കുറിച്ച് വല്ലാത്തൊരു ബേജാറുണ്ടായിരുന്നു. എപ്പോഴും മണ്ഡലത്തിലെ പ്രശ്നം, മണ്ഡലത്തിലെ പ്രയാസം, അത് പരിഹരിക്കുക, അതൊരു വല്ലാത്ത ഒരു ടെൻഷൻ അവർക്ക് പൊതുവേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോടുള്ളൊരു പ്രതിബദ്ധതയാണ് അത് കാണിക്കുന്നത്. ഒരുപാട് വികസനം ആ മണ്ഡലത്തിൽ നടത്തി. ഒരാൾക്കും ഒരു നെഗറ്റീവ് അഭിപ്രായമില്ല. എന്തെങ്കിലും നടന്നിട്ടില്ലെങ്കിൽ തുടർച്ചയായി കോണ്ടാക്ട് ചെയ്യും. എന്നെ വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള കിച്ചുവിനെ സ്ഥിരമായി വിളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏറ്റവും അവസാനം ഞാൻ വീട്ടിൽ പോയപ്പോൾ കിച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭക്ഷണം DYFI ഓഫീസിലൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പങ്കുവെക്കുകയൊക്കെ ചെയ്തതാണ്. കാനത്തിൽ ജമീലയുമായുള്ള സ്നേഹപൂർണ്ണമായ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്.